നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഒന്നാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. 600 വാഗ്ദാനങ്ങളിൽ 580 LDF നടപ്പാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേന്ദ്രം മുഖം തിരിച്ചുവെന്നും മുഖ്യമന്ത്രി. MP-മാരുടെ പ്രവർത്തനങ്ങളിൽ KC വേണുഗോപാലിന്റെ വെല്ലുവിളി ഏറ്റെടുത്തു മുഖ്യമന്ത്രി. ജമാഅത്തെയുമായുള്ള കൂടിക്കാഴ്ച അവർ ആവശ്യപ്പെട്ട പ്രകാരമെന്നും പിണറായി വിജയൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി രമേശ് ചെന്നിത്തല. പുരാവസ്തു കള്ളക്കടത്ത് സംഘവുമായി 500 കോടി രൂപയുടെ ഇടപാട് നടന്നുവെന്ന് ചെന്നിത്തല. കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറെന്നറിയിച്ച് SITക്ക് കത്ത് നൽകി. ചില വ്യവസായികൾക്കും പങ്കെന്നും ഇത് നേരിട്ടറിയാവുന്ന വ്യക്തിയെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നും ചെന്നിത്തല. ഇൻഡിഗോ വിമാനയാത്രാ പ്രതിസന്ധിയിൽ ഇടപെടലുമായി പാർലമെന്ററി സമിതിയും. ഇൻഡിഗോ ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് നോട്ടീസ് അയച്ചു. വ്യോമയാന നിയമങ്ങളിൽ വീഴ്ച വരുത്തിയതിന് ഇൻഡിഗോ സിഇഒയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. 100-ലേറെ സർവീസുകൾ ഇന്നും റദ്ദാക്കി. വൈകിട്ടോടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഇൻഡിഗോ. നടിയെ ആക്രമിച്ച കേസിൽ വിധി നാളെ. പൾസർ സുനി, നടൻ ദിലീപ് എന്നിവർ ഉൾപ്പെടെ 10 പ്രതികളും കോടതിയിൽ ഹാജരാകും. വിധി പറയുന്നത് 8 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തേടി ക്രൈംബ്രാഞ്ച് സംഘം ബംഗളൂരുവിൽ. അന്വേഷണ സംഘം എത്തിയത് 2ാം കേസിൽ അറസ്റ്റ് തടയാത്ത സാഹചര്യത്തിൽ. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദവാദം കേൾക്കുന്നതിന് മുൻപ് നിർണായക വിവരങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം. ജൂനിയർ അഭിഭാഷകയെ തല്ലിയ കേസിൽ സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിനെതിരെ കുറ്റപത്രം സമർപ്പിച്ച് വഞ്ചിയൂർ പോലീസ്. കുറ്റപത്രം ചുമത്തിയത് കയ്യേറ്റം, തടഞ്ഞുവെക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകളിൽ. ഗോവയിലെ അർപ്പോറയിലെ നൈറ്റ് ക്ലബ്ബിൽ വൻ അഗ്നിബാധ. 3 വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 25 പേർ മരിച്ചു. മരിച്ചവരിലേറെയും ക്ലബ്ബിലെ ജീവനക്കാർ. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് ഗോവ സർക്കാർ. കൊല്ലം കുരീപ്പുഴയിൽ വൻ തീപിടുത്തം. കായലിൽ കെട്ടി നിർത്തിയിരുന്ന 11 ബോട്ടുകൾ പൂർണ്ണമായും കത്തി നശിച്ചു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമെന്ന് മത്സ്യത്തൊഴിലാളികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്ന 1ാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാറാകുമ്പോൾ 3 മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ കത്തിക്കയറിയ വിഷയങ്ങൾ പ്രചാരണത്തിന് കൊഴുപ്പേകി. ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെയുള്ള വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി LDFും സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തി UDFും കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലങ്ങൾ എണ്ണിപ്പറഞ്ഞ് NDAയും കളം നിറഞ്ഞ് പോരാടിയ 1ാം ഘട്ടമാണ് കടന്നുപോകുന്നത്. ഓരോന്നായി അക്കമിട്ട് നിരത്തിയാണ് LDFിന്റെ പ്രചാരണം അവസാനിക്കുന്നത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം മുതൽ മാലിന്യമുക്ത കേരളം വരെ അവതരിപ്പിച്ചു. 2ാം പിണറായി സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയെന്ന അവകാശവാദം. സാമൂഹ്യക്ഷേമ പെൻഷനും സ്ത്രീ സുരക്ഷാ പെൻഷനും ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി ജനകീയ സർക്കാർ എന്ന പ്രചാരണത്തിൽ ഊന്നിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം സർക്കാരിന്റെ വീഴ്ചകൾ ഓരോന്നായി തുറന്നുകാട്ടിയാണ് UDFും NDAയും വോട്ട് തേടുന്നത്. പ്രചാരണ കാലയളവിൽ തന്നെ N വാസുവും A പത്മകുമാറും ജയിലിലായത് പ്രതിപക്ഷത്തിന് വീണുകിട്ടിയ ഏറ്റവും വലിയ ആയുധമാണ്. കിഫ്ബിയുടെ മസാല ബോണ്ടിൽ മുഖ്യമന്ത്രിക്ക് അയച്ച ED നോട്ടീസും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാന ലാപ്പിൽ UDFിനെ പ്രതിരോധത്തിലാക്കി. പക്ഷേ അതിവേഗത്തിൽ കടുത്ത നടപടിയെടുത്ത് അതിനെ മറികടക്കാനായി എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ടെങ്കിലും വോട്ടെടുപ്പിന്റെ 2ാം ഘട്ടം അവസാനിക്കുന്നതുവരെയും CPMും BJPയും ആയുധമാക്കുന്നു. സർക്കാരിന് നേരെ തുടർച്ചയായി ഉയരുന്ന അഴിമതി ആരോപണങ്ങൾ തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് UDFിന്റെ കണക്കുകൂട്ടൽ. അതേസമയം കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലങ്ങൾ ഓരോന്നായി എണ്ണി നിരത്തിയാണ് BJP ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലുന്നത്. ഇക്കുറി തിരുവനന്തപുരം കോർപ്പറേഷനും കൂടുതൽ മുനിസിപ്പാലിറ്റികളും തങ്ങൾക്ക് ലഭിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് BJP. സ്ഥാനാർത്ഥികളെയും പരമാവധി പ്രവർത്തകരെയും പങ്കെടുപ്പിച്ച് റാലികളും റോഡ് ഷോകളും മൈക്ക് അനൗൺസ്മെന്റുകളും ജാഥകളും പ്രകടനങ്ങളുമായി അവസാന ലാപ്പിൽ കളം കൊഴിപ്പിക്കുകയാണ് 3 മുന്നണികളും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരണനിർവാഹക സഭകളാണ്. അതിനാൽ വോട്ടർമാർ എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 9 മണി മുതൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങും. 2535 പ്രശ്നബാധിത ബൂത്തുകളാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. വീഡിയോഗ്രാഫി ഏർപ്പെടുത്തണമെന്നുള്ള ഉത്തരവുമായി വരുന്ന കേസുകളിൽ അത് പരിശോധിച്ച് ആ സ്ഥാനാർത്ഥിയുടെ ചെലവിൽ അതിനുള്ള ക്രമീകരണം നടത്തുന്നതിനുള്ള നിർദ്ദേശം എല്ലാ ജില്ലാ കളക്ടർമാർക്കും നൽകിയിട്ടുണ്ട്.
തെക്കൻ ജില്ലകളിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് പരസ്യപ്രചാരണം അവസാനിക്കുന്നത്. പരസ്യപ്രചാരണം അവസാനിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ഈ കൊട്ടിക്കലാശം എന്ന ഒരു സംവിധാനമുണ്ട്. അത് എല്ലാ ജില്ലാ കളക്ടർമാരും ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും സ്ഥാനാർത്ഥികളുമായും ചർച്ച ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട പരസ്യപ്രചരണം അവസാനിക്കാറ് ഇനി മണിക്കൂറുകൾ മാത്രമാണ്. തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ 7 ജില്ലകളിൽ ഇന്നാണ് കൊട്ടിക്കലാശം. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. രജിത്തുമുണ്ട് വിവരങ്ങളുമായി. രജിത്ത്, ഇനി കുറച്ചു മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അവസാന വട്ട വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് മുന്നണികളെല്ലാം തന്നെ. എത്രത്തോളം പ്രതീക്ഷയിലാണ് 3 മുന്നണികളും? 3 മുന്നണികളും തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം, അതായത് പ്രചരണ പരിപാടികൾ അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടി പ്രചരണ പരിപാടികൾ അവസാനിക്കും എന്നാണ് അല്പം മുമ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഇതിനെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള നടപടിക്രമങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഏകദേശം 75,643 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് തന്നെ ഉള്ളത്. സംസ്ഥാനത്താകമാനം 36,630 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ഈ 7 ജില്ലകളിൽ മറ്റന്നാൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുള്ളത്. 2ാം ഘട്ടത്തിൽ 39,013 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. ആകെ 1.32 കോടി ആദ്യഘട്ട വോട്ടർമാരാണ് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ പോകുന്നത്. നാളെ രാവിലെ ഇതിനുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ തിരുവനന്തപുരത്ത് സാധന സാമഗ്രികൾ, വോട്ടർ മെഷീൻ അടക്കമുള്ള സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കേന്ദ്രത്തിലെത്തി ഇവയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. നാളെ രാവിലെ 9 മണി മുതൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ ഉച്ചയോടുകൂടി പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തീകരിക്കും എന്നതാണ് നാളെ നടക്കുക. 244 കൗണ്ടിംഗ് സെന്ററുകളാണ് നിലവിൽ കൗണ്ടിങ്ങിനായി തയ്യാറാക്കിയിട്ടുള്ളത്. പ്രശ്നബാധിത ബൂത്തുകളിൽ വീഡിയോ ചിത്രീകരണം അടക്കമുള്ളവയ്ക്ക് സാധ്യതകൾ ആരായുന്നുണ്ട്. ഒപ്പം തന്നെ വെബ്കാസ്റ്റിംഗ്, അവിടെ എല്ലാ സ്ഥലങ്ങളിലും വെബ്കാസ്റ്റിംഗ് ഒരുക്കും. എന്നാൽ വീഡിയോ ചിത്രീകരണം അടക്കമുള്ളവ സ്ഥാനാർത്ഥികളുടെ ആവശ്യപ്രകാരമായിരിക്കും നടപ്പാക്കുക എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നു. തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് പിങ്ക് ബൂത്ത് അടക്കം 8 പിങ്ക് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള ഓഫീസർമാരെല്ലാവരും വനിതകളായിരിക്കും എന്ന പ്രത്യേകതയുണ്ട്. മറ്റൊരു പ്രത്യേകത തിരുവനന്തപുരത്തുള്ളത് 4 യുവ ബൂത്തുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ആദ്യഘട്ട വോട്ടെടുപ്പിലേക്ക് എത്തുന്ന സമയത്ത് അതിന് വേണ്ട ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. നാളെ ഈ സാധന സാമഗ്രികളുടെ വിതരണം രാവിലെ ആരംഭിക്കുകയും ഉച്ചയോടുകൂടി അവ പൂർത്തീകരിക്കുകയും ചെയ്യും. നിലവിൽ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ പരസ്യ പ്രചാരണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യഘട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. രജിത്താണ് വിവരങ്ങൾ നൽകിയത്. LDFിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ UDFിനെ വിമർശിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF സർക്കാർ നൽകിയ 600 വാഗ്ദാനങ്ങളിൽ 580 നടപ്പിലാക്കിയിട്ടുണ്ട്. തുടർഭരണത്തിന്റെ ഘട്ടത്തിൽ കേരളം മുന്നോട്ടു പോയോ പുറകോട്ടു പോയോ എന്ന് നാട് വിലയിരുത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകാനുള്ള മത്സരമാണ് നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മീറ്റ് ദി ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചപ്പോൾ മുതൽ ജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരത്തിന് തുടക്കമിട്ടത്. 600 വാഗ്ദാനങ്ങളിൽ 580 നടപ്പിലാക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായി താൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും അവർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് AKG സെന്ററിൽ വെച്ച് അത്തരമൊരു കൂടിക്കാഴ്ച നടത്തിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ 4 വോട്ടിന് വേണ്ടി UDF അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർത്തുവെന്നും ലീഗ് ജമാഅത്തയുടെ നിലപാടിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 4 വോട്ടിന് വേണ്ടി UDF അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർത്തു. ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ UDF നേതൃത്വം ഇനിയെങ്കിലും അവരെന്നുവെച്ചാൽ UDF എങ്ങനെയാണ് മാറിയത്, ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ കണ്ണിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്, ഏത് നിലയിലാണ് നവീകരിക്കപ്പെട്ടത്, അതെങ്കിലും വ്യക്തമാക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്.
പ്രളയം, ഓഖി തുടങ്ങിയ പ്രതിസന്ധി നേരിടേണ്ടി വന്ന ഘട്ടങ്ങളിൽ സഹായം ആവശ്യമായിരുന്നുവെങ്കിലും മുഖം തിരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തകർച്ച നേരിടുന്ന ഘട്ടത്തിൽ, പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ നമുക്ക് സഹായം വേണമായിരുന്നു. സഹായം നൽകാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് സഹായകരമായ നിലപാടല്ല സ്വീകരിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. വലിയ തോതിലുള്ള പുറംതിരിഞ്ഞു നിൽക്കൽ, കേരളത്തോടൊരു വെറുമുഖം കാണിക്കൽ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതാണ് നമ്മുടെ അനുഭവം. നേരത്തെ MP-മാരുടെ പ്രകടനത്തെ സംബന്ധിച്ച് വെല്ലുവിളിച്ച KC വേണുഗോപാലിന് സംവാദത്തിന് തയ്യാറാണെന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചപ്പോൾ AY കാറ്റഗറി കാർഡുകൾ റദ്ദാക്കുമോ എന്ന ചോദ്യം പാർലമെന്റിൽ ഉന്നയിച്ച് കേരളത്തെ പ്രതിസന്ധിയിലാക്കാനാണ് UDF MP-മാർ ശ്രമിച്ചത്. പാർലമെന്റിൽ കേരള വിരുദ്ധ നിലപാടാണ് UDF MP-മാർ സ്വീകരിച്ചതെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചോദ്യങ്ങൾക്ക് അന്വേഷണം മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹത്തിന്റെ മറുപടി. അമൃത ന്യൂസ്, കോഴിക്കോട്. UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഡൽഹിയിൽ നിന്നും വോട്ട് അഭ്യർത്ഥിച്ച് ശശി തരൂർ MP. സാധാരണ ജീവിതത്തിൽ നേരിട്ട് ബന്ധപ്പെടുന്നവരെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നത്. അതിനാൽ തന്നെ എല്ലാവരും 9-ാം തീയതിയും 11-ാം തീയതിയും വോട്ട് രേഖപ്പെടുത്തണമെന്നും UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകണമെന്നും ശശി തരൂർ അഭ്യർത്ഥിച്ചു. നമ്മളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ദിനങ്ങളാണ് 9-ഉം 10-ഉം. 13-ാം തീയതി റിസൾട്ട് അറിയും. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരും അഭ്യർത്ഥിക്കുന്നത് ഈ വോട്ടിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾ എല്ലാവരും സാധാരണ ജീവിതത്തിൽ ബന്ധപ്പെടുന്ന ജനപ്രതിനിധികളുടെ പ്രവർത്തനം, അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് അവരെ തെരഞ്ഞെടുക്കാനാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം ലോക്സഭയും നിയമസഭയും പോലെ തന്നെയാണ്. നമ്മളുടെ നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും ബന്ധപ്പെടുന്നവരെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നോട്ട് പോകണം. ജമാഅത്തെ ഇസ്ലാമി ബാന്ധവത്തിൽ മുസ്ലിം ലീഗിനോട് ചോദ്യങ്ങളുമായി സമസ്ത. കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിലാണ് ലേഖനം. ലീഗിൽ നിന്ന് ലഭിക്കുന്ന വോട്ടുകൾ കൊണ്ട് ഹുക്കൂമത്തെ ഇലാഹിയുടെ പടികൾ കയറുകയാണ് ജമാഅത്തയുടെ ലക്ഷ്യമെന്നാണ് കാന്തപുരം നേതാവ് മാളിയേക്കൽ സുലൈമാൻ സഖാവിയുടെ ലേഖനം. തീവ്രവാദത്തിന്റെ ഹെഡ് ഓഫീസ് എന്നായിരുന്നു ലീഗിനെ ജമാഅത്തെ ഇസ്ലാമി വിമർശിച്ചിരിക്കുന്നത്. അവർക്കാണോ ലീഗ് വോട്ട് ചെയ്യേണ്ടതെന്നാണ് മാളിയേക്കൽ സുലൈമാൻ സഖാഫിയുടെ ചോദ്യം. ഇന്ത്യൻ വിദ്യാഭ്യാസ സംവിധാനത്തിൽ മുസ്ലിം കുട്ടികൾ പഠിക്കുന്നത് ജമാഅത്തിന് മഹാപാപമായിരുന്നു. സമുദായത്തിന്റെ കള്ളിയിൽ നഷ്ടങ്ങളുടെ കണക്ക് മാത്രം എഴുതി ചേർത്തവർക്ക് വോട്ട് നൽകണോ എന്നും ലേഖനത്തിൽ ചോദിക്കുന്നു. കൊല്ലം കോർപ്പറേഷൻ കടപ്പാക്കട ഡിവിഷനിൽ ഇത്തവണ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഇടതുകോട്ടയിൽ നിന്നും കഴിഞ്ഞ തവണ ഡിവിഷൻ പിടിച്ചെടുത്ത BJPയും ഒരു പകരം വീട്ടലിനൊരുങ്ങി UDFും ഇടതുകോട്ട എന്ന പേര് തിരികെ സ്ഥാപിക്കാൻ LDFും. കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സ്ഥാനാർത്ഥികളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ്. കഴിഞ്ഞ തവണ കൊല്ലം കോർപ്പറേഷനിൽ BJP നേടിയ 6 സീറ്റുകളിലൊന്ന് കടപ്പാക്കട ഡിവിഷനിലേതായിരുന്നു. ഡിവിഷൻ നിലനിർത്താൻ BJP ഇത്തവണ കളത്തിലിറക്കിയത് പ്രവീൺ കുമാറിനെയാണ്. ഡിവിഷനിലെ വികസന തുടർച്ചയ്ക്കായി വോട്ട് ചോദിച്ചാണ് പ്രവീൺ കുമാർ വോട്ടർമാരെ സമീപിക്കുന്നത്. പണ്ടെങ്കും കാണാത്ത ഒരു ആവേശമാണെന്ന് BJP എന്ന് പറയുമ്പോൾ. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ചേട്ടനുമായിട്ട് വോട്ട് പിടിക്കാൻ പോയപ്പോൾ അന്ന് കണ്ട മുഖങ്ങളല്ല ഇന്ന് നമുക്ക് ഏത് വീട്ടിലും എന്ത് ആ വീട്ടിൽ അങ്ങ് അടുക്കള വരെ ചെന്ന് കയറി ചെല്ലാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയാണ് ഇന്ന് ഓരോ BJP പ്രവർത്തകനും അഭിമാനിക്കാൻ പറ്റുന്നത്. എന്നാൽ അത്ര ജനങ്ങളുമായിട്ട് ഇടപഴകി 55 ഡിവിഷൻ കൊല്ലം കോർപ്പറേഷനിൽ നേരത്തെ ഉണ്ടായിരുന്നു. അത് 55 ഡിവിഷനിലും അമൃത് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വാട്ടർ കണക്ഷൻ കൊടുത്തത് കടപ്പാട് ഡിവിഷനാണ്. നമുക്ക് എവിടെ അഭിമാനത്തോടെ പറയാം. അതിനെ നമ്മൾ പ്രത്യേകം നമ്മുടെ മുൻ കൗൺസിലറിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്രതീക്ഷിതമായിരുന്നു ഇടതിന്റെ കഴിഞ്ഞ തവണത്തെ നഷ്ടം. ചുവപ്പുകോട്ടയിൽ താമര വിരിഞ്ഞപ്പോൾ അത് വിമതശല്യം എന്ന വിലയിരുത്തലിലായിരുന്നു ഇടതുപക്ഷം. എന്നാൽ ഇത്തവണ CPI വിജുവിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ഡിവിഷൻ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥി നിർണയമായി പാർട്ടിയിൽ ചില അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. അത് പിന്നീട് വലുതാവുകയും കുറച്ച് നടപടികളിലേക്ക് പോവുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പരാജയപ്പെട്ടു. വളരെയേറെ ആത്മവിശ്വാസത്തോടെ പറയട്ടെ, ഞങ്ങൾ ഇപ്രാവശ്യം ഗംഭീര വിജയം നേടും. ജനങ്ങളെല്ലാം ഞങ്ങളോട് ഒറ്റക്കെട്ടാണ്. കഴിഞ്ഞ 5 വർഷം ഇവിടെ വളരെ കുറച്ച് വികസനം മാത്രമേ നടന്നുള്ളൂ. UDF ആകട്ടെ ചരിത്രം മാറ്റിയെഴുതാൻ അഡ്വക്കേറ്റ് A സന്തോഷിനെയാണ് ഇത്തവണ മത്സരിപ്പിക്കുന്നത്. BJPയുടെയും ഇടതുപക്ഷത്തിന്റെയും വികസന പാളിച്ചകൾ അതിന് വഴിയൊരുക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. സർക്കാരിനെതിരായ ഒരു കാറ്റ് നന്നായി വീശുന്നുണ്ട്.
അപ്പോൾ അത് വോട്ടുകളായി മാറും. കൂടാതെ എൻ്റെ പ്രദേശത്തുള്ള എന്നെ എല്ലാവർക്കും നേരിട്ടറിയാവുന്നതും എൻ്റെ ബാനറിൽ പോലും എൻ്റെ പോസ്റ്ററിൽ പോലും ഞാൻ നിറഭേദമില്ലാതെ ഒരു കാര്യം ഞാൻ കൗൺസിലറായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും എന്നെൻ്റെ പോസ്റ്ററിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും എന്നോടൊപ്പം ഉണ്ട്. 3 മുന്നണികളും വാശിയോടെ പ്രചാരണ രംഗത്ത് നിറയുമ്പോൾ കടുത്ത മത്സരമാണ് കൊല്ലം കോർപ്പറേഷനിലെ ഒരു പ്രധാന ഡിവിഷനായ കടപ്പാക്കടയിലേത്. അമൃത ന്യൂസ്, കൊല്ലം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ പോയിട്ട് 11 ദിവസമായിട്ടും കണ്ടെത്താനാകാതെ പോലീസ്. ബലാത്സംഗ കേസ് പ്രതിയായ രാഹുലിനെ കുടുക്കാൻ പുതിയ ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിച്ചു. ആദ്യ അന്വേഷണ സംഘത്തിൽ നിന്നും വിവരങ്ങൾ ചോരുന്നു എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കണ്ടെത്താനാകാത്തതിനെ തുടർന്നാണ് പുതിയ ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിച്ചത്. ആദ്യ അന്വേഷണ സംഘത്തിൽ നിന്നും വിവരങ്ങൾ ചോരുന്നുവെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. അതിനിടെ ആദ്യ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞതോടെ ദിവസങ്ങളായി ബംഗളൂരിൽ തമ്പടിച്ചിരുന്ന അന്വേഷണ സംഘം കേരളത്തിലേക്ക് മടങ്ങി. കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസിൽ അറസ്റ്റ് തടഞ്ഞ സാഹചര്യത്തിൽ തിരച്ചിലുമായി മുന്നോട്ടു പോകുന്നതിൽ പ്രായോഗികമായ പരിമിതികളുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ബംഗളൂരുവിൽ ഉന്നത ബന്ധങ്ങളുടെ മറവിൽ രാഹുൽ ഒളിവിൽ കഴിയുന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. നവംബർ 27-നാണ് രാഹുലിനെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പരാതി പോലീസിന് കൈമാറിയതോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തായിരുന്ന രാഹുൽ ഒളിവിൽ പോയി. രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന് കോൺഗ്രസ് സംരക്ഷണമൊരുക്കുന്നു എന്ന മുഖ്യമന്ത്രിയുടെ വാദം വസ്തുതാവിരുദ്ധമെന്ന് കോൺഗ്രസ് നേതാവ് MM ഹസൻ പറഞ്ഞു. അറസ്റ്റ് നീട്ടുന്നത് സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനമാണ്. സ്ത്രീ പീഡന കേസിൽ പ്രതിയായിട്ടുള്ളവർക്ക് സംരക്ഷണമൊരുക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്നും ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം നൽകുന്നത് കോൺഗ്രസ് ആണെന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായ പ്രകടനം വാസ്തവവിരുദ്ധമാണ്. ഇത്തരം നുണപ്രചരണം മുഖ്യമന്ത്രിയെ പോലൊരാൾ നടത്തുന്നത് വളരെ നിർഭാഗ്യകരമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു സംരക്ഷണവും നൽകാത്ത നടപടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചത്. 11-ാം തീയതി വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് ഗവൺമെന്റിന്റെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു. രാഹുലിനെതിരായ രണ്ടാമത്തെ പീഡന പരാതിയിൽ പരാതിക്കാരിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിൽ വിധി നാളെ. നടി ആക്രമിക്കപ്പെട്ട് 8 വർഷത്തിന് ശേഷമാണ് വിധി പ്രഖ്യാപനം. കേസിൽ പൾസർ സുനി, നടൻ ദിലീപ് എന്നിവർ ഉൾപ്പെടെ 10 പ്രതികളാണുള്ളത്. 2024 ഡിസംബർ 11-നാണ് കേസിൽ അന്തിമവാദം ആരംഭിച്ചത്. 2017 ഫെബ്രുവരി 17 രാത്രിയിലാണ് കൊച്ചി നഗരത്തിലൂടെ ഓടിക്കൊണ്ടിരുന്ന കാറിൽ വെച്ച് നടി ക്രൂരപീഡനത്തിന് ഇരയായത്. കേസിലെ 1-ാം പ്രതി പൾസർ സുനി നടിയെ ആക്രമിക്കുകയും അപകീർത്തിപരമായ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് IG ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചായിരുന്നു കേസിന്റെ അന്വേഷണം. പൾസർ സുനി, നടൻ ദിലീപ് എന്നിവരടക്കം 9 പേരാണ് കേസിൽ പ്രതികൾ. സംഭവം നടന്ന ആദ്യ ദിനം തന്നെ ഡ്രൈവർ മാർട്ടിൻ പിടിയിലായി. പിന്നീട് ഫെബ്രുവരി 23-ാം തീയതി പോലീസിനെ വെട്ടിച്ച് കോടതിയിൽ കീഴടങ്ങാനെത്തിയ പൾസർ സുനിയെയും കൂട്ടാളി വിജേഷിനെയും കോടതി മുറിയിൽ നിന്നും ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പൾസർ സുനി നടത്തിയ വെളിപ്പെടുത്തലിലാണ് കേസിൽ ദിലീപിന്റെ പങ്ക് പുറത്തുവന്നത്. പൾസർ സുനി ജയിലിൽ നിന്നും ദിലീപിനയച്ച കത്തും പുറത്തു വന്നിരുന്നു. ദിലീപ് നൽകിയ കൊട്ടേഷന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടിയെ ആക്രമിച്ചതെന്നായിരുന്നു സുനിയുടെ വെളിപ്പെടുത്തൽ. 1.5 കോടിയാണ് ദിലീപ് തനിക്ക് കൊട്ടേഷൻ നൽകിയതെന്നും അതിൽ 80 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ ലഭിച്ചതെന്നും സുനി പിന്നീട് വെളിപ്പെടുത്തുകയും ചെയ്തു. 2017 ജൂലൈ 10-ന് കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തു. ജൂലൈ 11-ാം തീയതി അങ്കമാലി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കിയ ദിലീപിനെ റിമാൻഡ് ചെയ്ത് ആലുവ സബ് ജയിലിൽ അടച്ചു. ഇതേ ദിവസം താരസംഘടനയായ അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ദിലീപിനെ പുറത്താക്കി. 2018 മാർച്ച് 8-ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആദ്യഘട്ട വിചാരണ ആരംഭിച്ചു. 2018 ജൂണിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി. 4.5 വർഷം കൊണ്ടാണ് സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയത്. സംഭവബഹുലമായിരുന്നു കേസിന്റെ വിചാരണ. 2020 ഫെബ്രുവരി 30-ന് കേസിലെ അന്തിമ വിചാരണ ആരംഭിച്ചു. പൾസർ സുനിയും ദിലീപും അടക്കമുള്ള പ്രതികൾ കോടതിയിലെത്തി. സാക്ഷി വിസ്താരത്തിനിടെ 22 സാക്ഷികൾ കൂറുമാറി. 2020 നവംബർ 20-ന് വനിതാ ജഡ്ജി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ടുള്ള നടിയുടെ ഹർജി ഹൈക്കോടതി തള്ളി. പിന്നാലെ ആദ്യം ചുമതലപ്പെടുത്തിയ പ്രോസിക്യൂട്ടർ കേസിൽ നിന്ന് പിന്മാറി.
2021 മാർച്ച് 1 വിചാരണ 6 മാസത്തേക്ക് നീട്ടി സുപ്രീം കോടതി ഉത്തരവിട്ടു. 2021 ഡിസംബർ 17 സുപ്രീം കോടതിയിൽ നൽകിയ വിടുതൽ ഹർജി ദിലീപ് പിൻവലിച്ചു. 2024 ഡിസംബർ 11 കേസിൽ അന്തിമവാദം ആരംഭിച്ചത്. അതിനിടെ 2015 ഏപ്രിൽ 7 CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളി. 2025 ഏപ്രിൽ 9 പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായി. തുടർന്ന് പ്രോസിക്യൂഷൻ മറുപടി വാദവും പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റുകയായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന്റെ ബന്ധം എന്താണെന്ന് അന്വേഷിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. 500 കോടിയുടെ ഇടപാട് നടന്നെന്നും കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സംബന്ധിച്ച് SITക്ക് രമേശ് ചെന്നിത്തല കത്ത് നൽകി. സംസ്ഥാനത്തെ ചില വ്യവസായികൾക്കും ഇതിൽ പങ്കുണ്ടെന്നും ചെന്നിത്തല കത്തിൽ ആരോപിച്ചു. ഇതേക്കുറിച്ച് നേരിട്ട് അറിവുള്ള വ്യക്തിയെ അന്വേഷണവുമായി സഹകരിപ്പിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊല്ലം കുരീപ്പുഴയിൽ മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടിച്ചു. അഷ്ടമുടിക്കായലിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകൾക്കാണ് തീപിടിച്ചത്. 11 ബോട്ടുകൾ പൂർണ്ണമായും കത്തി നശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. മത്സ്യബന്ധന ഉപകരണങ്ങൾ ഉൾപ്പെടെ കത്തി നശിച്ചതോടെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ഗോവയിലെ നിശാ ക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ മരണം 25ആയി. മരിച്ചവരിൽ 3 പേർ വിനോദസഞ്ചാരികളാണ്. അതേസമയം നിശാ ക്ലബ്ബ് അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ലെന്നും ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടതായും ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. സംഭവത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചനം അറിയിച്ചു. ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധി തുടരുന്നു. 100ലധികം സർവീസുകളാണ് ഇതുവരെ റദ്ദാക്കിയത്. പ്രതിസന്ധിയിൽ കടുത്ത നടപടിയുമായി പാർലമെന്ററി കമ്മിറ്റി രംഗത്തെത്തി. നേരിട്ട് വിശദീകരണം നൽകാൻ ഇൻഡിഗോ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. അതേസമയം 95% സർവീസുകൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞുവെന്നാണ് ഇൻഡിഗോ അവകാശപ്പെടുന്നത്. വഞ്ചിയൂരിലെ യുവ അഭിഭാഷകയായ ശ്യാമിലിയെ മർദ്ദിച്ച കേസിൽ മുതിർന്ന അഭിഭാഷകനായ ബെയിലിൻ ദാസിനെതിരെ കുറ്റപത്രം സമർപ്പിച്ച വഞ്ചിയൂർ പോലീസ്. കയ്യേറ്റം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, തടഞ്ഞുവെക്കൽ എന്നീ വകുപ്പുകളാണ് അഭിഭാഷകനെതിരെ ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മെയ് 13 ജൂനിയർ അഭിഭാഷകരുടെ തർക്കത്തിനിടെ ശ്യാമിലിക്ക് മർദ്ദനമേറ്റത്. സംഭവശേഷം ഒളിവിൽ പോയ ബെയിലിൻ ദാസിനെ 3-ാം ദിനം തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്ന് തുമ്പ പോലീസ് പിടികൂടിയിരുന്നു. ബെയിലിൻ ദാസ് മോപ്പ് സ്റ്റിക്ക് കൊണ്ട് മർദ്ദിച്ചുവെന്നായിരുന്നു ശ്യാമിലിയുടെ പരാതി. വഞ്ചിയൂർ മഹാറാണി ബിൽഡിംഗിലുള്ള ഓഫീസിൽ വെച്ചായിരുന്നു മർദ്ദനമേറ്റത്. Amritam powered by Dhanalakshmi Bank, banking on relationships forever. Swamiye ശബരിമലയിൽ ഇതിനോടകം 30,000-ഓളം പേരാണ് ഇന്ന് ദർശനം നടത്തിയത്. ഇന്ന് സുരക്ഷാ ക്രമീകരണങ്ങളിൽ ചെറിയ അയവ് വരുത്തിയിട്ടുണ്ട്. ഭക്തർക്ക് നേരിട്ട് നെയ്യഭിഷേകം ചെയ്യുന്നതിനുള്ള അവസരമുണ്ട്. ശബരിമലയിൽ നിന്ന് MM രാകേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കനത്ത സുരക്ഷയുള്ള 2 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഞായറാഴ്ച കൂടെയാണ്. ഞായറാഴ്ച ആയതിനാൽ തന്നെ വലിയ തിരക്കാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പ്രതീക്ഷിച്ചത്ര തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ ഏകദേശം 80,000-ഓളം പേരാണ് ശബരിമലയിൽ ദർശനം നടത്തി മടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇന്നലെ കനത്ത സുരക്ഷയുള്ളതിനാൽ ഇന്ന് തിരക്ക് കൂടുമെന്നുള്ളതായിരുന്നു അധികൃതരുടെ കണക്കുകൂട്ടൽ. എന്നാൽ വലിയ തിരക്കില്ല. ഇതിനകം തന്നെ ഏകദേശം 30,000-ലധികം ആളുകൾ ദർശനം നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന ഔദ്യോഗിക കണക്ക്. ഇന്നലെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങളിൽ പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങൾക്കാണ് അയവ് വരുത്തിയിട്ടുള്ളത്. അതായത് നേരിട്ട് നെയ്യഭിഷേകം നടത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഭക്തർക്ക് നേരിട്ട് നെയ്യഭിഷേകം നടത്താം. ഇന്നലെ എത്തിയ ഭക്തർക്ക് നെയ്യഭിഷേകം നടത്താനുള്ള സാഹചര്യമില്ലാത്തതിനാൽ പ്രസാദ കൗണ്ടറുകളിലൂടെ പ്രസാദമായി നെയ്യ് വിതരണം ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മാളികപ്പുറത്തും ചെറിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. നാളികേരം ഉരുട്ടുന്നതിനും പട്ട് വിരിക്കുന്നതിനും ഉൾപ്പെടെ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ തടസ്സങ്ങൾക്കും ഇന്ന് മാറ്റമുണ്ട്. ഏതായാലും ഉച്ച കഴിയുമ്പോഴേക്കും തിരക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് പോലീസിന്റെയും ഒപ്പം തന്നെ ദേവസ്വത്തിന്റെയും ഒരു കണക്കുകൂട്ടൽ. തൃശൂർ കുന്നംകുളം കിഴൂർ ദേവി ക്ഷേത്രത്തിൽ മോഷണം. കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ദേവിയുടെ വിഗ്രഹമാണ് കവർന്നത്. ഇന്നലെ അർദ്ധരാത്രിയിലാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. പുലർച്ചെ 5 മണിയോടെ അമ്പലത്തിലെ മാനേജർ ക്ഷേത്ര കമ്മിറ്റി ഓഫീസ് തുറന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 2 അലമാരകൾ കുത്തിപ്പൊളിച്ച നിലയിലാണ്. ദക്ഷിണാഫ്രിക്ക T20 മത്സരങ്ങൾ ചൊവ്വാഴ്ച മുതൽ തുടങ്ങും. ആദ്യ മത്സരം മറ്റന്നാൾ ഒഡീഷയിലെ കറ്റക്കിലാണ്. 5 T20 മത്സരങ്ങളാണുള്ളത്. എല്ലാ മത്സരങ്ങളും രാത്രി 7 മണി മുതലാണ് ആരംഭിക്കുക. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഞെട്ടിക്കുന്ന ജയവുമായി ആസ്റ്റൺ വില്ല. ലീഗ് ടോപ്പേഴ്സായ ആഴ്സണലിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. 90 മിനിറ്റിലധികം നീണ്ട ആവേശ പോരാട്ടത്തിനൊടുവിൽ ഇഞ്ചുറി ടൈമിലുണ്ടായ ഗോളാണ് ആസ്റ്റൺ വില്ലയ്ക്ക് വിജയം സമ്മാനിച്ചത്. മറ്റൊരു മത്സരത്തിൽ ലീഡ്സ് യുണൈറ്റഡും ലിവർപൂളും തമ്മിലുള്ള മത്സരം 3-3 എന്ന ആവേശകരമായ സമനിലയിൽ പിരിഞ്ഞു.
ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും.